വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിലും കരിമണൽ ഖനനത്തിലും മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ മറയില്ലാതെ തുറന്നടിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എൻ സുധീരൻ എത്തിയതാണ് ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവ വികാസം. മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചതിനു ശേഷവും വി ഡി സതീശനെ സംശയമുനയിൽ നിർത്തുകയാണ് സുധീരൻ. കരിമണൽ ഖനനം സംബന്ധിച്ച ബജറ്റ് നിർദ്ദേശത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ടെന്നും സ്വകാര്യവൽക്കരണം കൊണ്ട് നേട്ടമുണ്ടാക്കുന്നത് ശശിധരൻ കർത്തയാണെന്നും സുധീരൻ തുറന്നടിച്ചു. ഇരു വിഷയങ്ങളിലും UDF-ലും കടുത്ത അഭിപ്രായ വ്യത്യാസം ഉയരുകയാണ്. KCBC-യും AP സമസ്തയും കൂടി മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയതോടെ മദ്യനയത്തിലും കരിമണൽ ഖനനത്തിലും വി ഡി സതീശൻ സമ്പൂർണ്ണമായും പ്രതിരോധത്തിലായി. വിശദമായ ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും പശ്ചാത്തലത്തിൽ മദ്യവ്യാപനത്തിന് സാധ്യത കൊടുക്കുന്ന ആ കാര്യം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സമഗ്രമായ മദ്യനയം രൂപം കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് എന്ന ബജറ്റ് നിർദ്ദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന സൂചന നൽകിയാണ് VM സുധീരൻ വി ഡി സതീശനെതിരെ തുറന്നടിച്ച വിമർശനമുയർത്തുന്നത്. നികുതി ഇളവ് പ്രഖ്യാപിച്ചത് മുന്നണിയിലും പാർട്ടിയിലും ചർച്ച ചെയ്യാതെയാണ്. ചർച്ച നടന്നിരുന്നെങ്കിൽ ഈ വിവാദ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. ധനബിൽ പാസാക്കുമ്പോൾ നികുതി ഇളവ് നിർദ്ദേശം പാലിക്കണം. പിൻവാതിൽ നടപടികൾ പാടില്ല. ബജറ്റിന്റെ ഭാഗമായി അടുത്തതിനെ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച തീരുമാനം UDF എടുക്കുമെന്ന നിയമസഭയിൽ വിശദീകരണത്തിന് ശേഷവും VM സുധീരൻ മുഖ്യമന്ത്രി വി ഡി സതീശനെ സംശയനിഴലിൽ നിർത്തുമ്പോൾ ഒന്നുറപ്പ്: മദ്യനയം സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം മുന്നണിക്കുള്ളിൽ അത്രമേൽ രൂക്ഷമാണ്. നയപരമായ കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന സതീശൻ ശൈലിക്കെതിരെയും അമർഷം ശക്തം. കരിമണൽ ഖനനത്തിലെ സ്വകാര്യവൽക്കരണ വിവാദത്തിലും ഇടതുപക്ഷം ഉന്നയിച്ച ആക്ഷേപത്തിന്റെ അതേ മൂർച്ചയിലായിരുന്നു സുധീര വിമർശനം. നിയമസഭയിലെ വി ഡി സതീശന്റെ വിശദീകരണം ഇതിലും VM സുധീരൻ മുഖവിലക്കെടുക്കുന്നില്ല. ബജറ്റ് നിർദ്ദേശത്തിൽ അവ്യക്തത ബാക്കിയാണ്. ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് നീക്കണം. ആലപ്പുഴ തീരത്ത് ഒരു തരത്തിലുള്ള ഖനനവും ഉണ്ടാകില്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചേ മതിയാകൂ. പൊതുമേഖലയ്ക്കാണ് കൊടുക്കുന്നത് എന്ന വാദമാണ് ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഭോക്താവ് കരിമണൽ കർത്തയാണ്. ഒരു കാര്യം കൂടെ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ആലപ്പുഴ തീരത്തെ കരിമണൽ ധാതു സമ്പത്തുണ്ടല്ലോ, അതിൽ നോട്ടമിട്ടുകൊണ്ട് അദാനിയെപ്പോലുള്ള രംഗത്ത് വരികയാണ്. കടുത്ത അതൃപ്തി സുധീരൻ ഇങ്ങനെ ചുരുക്കി: ആലപ്പുഴ തീരത്ത് ഒരു തരത്തിലുള്ള ഖനനവും ഉണ്ടാകില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചേ മതിയാകൂ. കരിമണൽ ഖനനം ഒരു കാരണവശാലും സ്വകാര്യ മേഖലയ്ക്ക് നൽകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. മദ്യനയം തീരുമാനിക്കേണ്ടത് UDF ആണെന്നും ചെന്നിത്തല. ബഡ്ജറ്റിൽ ഒരിടത്തും കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇതാരാ ഇത് പറഞ്ഞുണ്ടാക്കുന്നത് എനിക്കറിയുന്നില്ല. UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നയങ്ങൾ തീരുമാനിക്കേണ്ടത് UDF ആണ്. UDF-ൽ അക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. PM ശ്രീ അപകടകരമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് എവിടെയും ചർച്ച ചെയ്യാതെ എന്ന് മറക്കരുത്. UDF അധികാരത്തിൽ വന്നു. PM ശ്രീയെ കുറിച്ച് പഠിക്കാൻ ഒരു ഉന്നതാധികാര സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ സമിതിയുടെ തീരുമാനം എന്താണോ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ PM ശ്രീയിൽ കേരള ഗവൺമെന്റിനെ ഒപ്പുവെക്കൂ. മദ്യനയം, PM ശ്രീ അടക്കം വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന്റെ രണ്ടാം നിര നേതൃത്വവും എതിരഭിപ്രായം തുറന്നു പറഞ്ഞു തുടങ്ങി. PM ശ്രീ വിഷയത്തിൽ ലീഗ് നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നാണ് ലീഗിന്റെയും UDF-ന്റെയും നിലപാടെന്നും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് മാസ്റ്റർ. ഇതിനിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തി. പുതിയ സർക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പിടിക്കുന്ന കാര്യത്തിൽ പിന്തുണയുണ്ട്. അതേസമയം തന്നെ വീര്യം കുറഞ്ഞ മദ്യം നടപ്പിലാക്കിയാൽ കുരങ്ങിന് ഏണി വെച്ചതുപോലെയാകും. വില കുറഞ്ഞ മദ്യം അത് നടപ്പിലാക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുകയും ചെയ്താൽ കുരങ്ങിന് വേണ്ടി വെച്ച് കൊടുക്കുന്നത് പോലെ അവരുടെ കച്ചവടത്തിനും അവരുടെ നയങ്ങൾക്കും ഒരു ശക്തിയായി പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. PM ശ്രീയെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF എതിർത്തതാണ്. അന്നത്തെ പ്രതിപക്ഷം ഇപ്പോൾ ഭരണപക്ഷമാണ്. PM ശ്രീ നടപ്പാക്കരുത്, കാന്തപുരം പറഞ്ഞു.
മദ്യം, കരിമണൽ, ESA എന്നീ 3 വിഷയങ്ങൾ മുൻനിർത്തി സംസ്ഥാന സർക്കാരിനെതിരെ KCBCയും രംഗത്തെത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ തീരുവ എന്ന ധനവകുപ്പിന്റെ നിലപാട് മദ്യപാനത്തെ ലളിതവൽക്കരിക്കാനും സാമാന്യവൽക്കരിക്കാനും ഇടയാകും. കരിമണൽ, കടൽ ഖനന നീക്കങ്ങൾ പുനഃപരിശോധിക്കണം. പശ്ചിമഘട്ടത്തിലെ ESA സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണം. KCBC ജാഗ്രത സമിതി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഈ ആവശ്യങ്ങൾ. പാർട്ടിയിൽ നിന്നും, മുന്നണിയിൽ നിന്നും, പ്രതിപക്ഷത്തു നിന്നും, സമൂഹത്തിന്റെ പല തുറകളിൽ നിന്നും സർക്കാരിനെതിരെ ഒരേ സ്വരത്തിൽ എതിർപ്പുയർന്നതോടെ പ്രധാനമായും പ്രതിരോധത്തിലാകുന്നത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.